ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഫസ്റ്റ് എന്തായിരിക്കും ശ്രദ്ധിക്കുക? ഡ്രസ്സിന്റെ ക്ലോത്ത് അല്ലെങ്കിൽ അതിന്റെ മോഡൽ, അതിനേക്കാളൊക്കെ ഉപരി സൈസ് ആയിരിക്കും ഏറ്റവും പ്രധാനം. കാര്യം നമ്മളെ സൈസിന് പറ്റിയ ഡ്രസ്സാണെന്നായിരിക്കും ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഇപ്പം മിഞ്ഞാന്നൊരു കസ്റ്റമർ വന്നിട്ട് ഇവിടെ, എന്നിട്ട് താത്ത നമ്മളടുത്ത് എം സൈസിൽ ചുരിദാർ ഉണ്ടോ ചോദിച്ചു. നമ്മൾ അവർക്ക് എക്സൽ സൈസിൽ ചുരിദാർ കൊടുത്തു. താത്ത പോയി. നമ്മൾ താത്താനെ ചാമ്പ്യതല്ല കേട്ടോ. താത്താക്ക് ആ ഡ്രസ്സ് ഫിറ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു, താത്താക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു പോയി. പക്ഷെ താത്ത നമ്മളോട് വന്ന് ചോദിച്ചത് എം സൈസ് ആയിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ താത്ത ഇട്ട് വന്നിരുന്ന ഡ്രസ്സ് എം സൈസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളോട് അങ്ങനെ ചോദിച്ചു. അപ്പൊ താത്ത ചോദിച്ചതും തെറ്റല്ല, നമ്മൾ കൊടുത്തതും തെറ്റല്ല. ഇതിലെ വ്യത്യാസം എന്ന് വെച്ചാൽ ബ്രാൻഡിലുള്ള വ്യത്യാസമാണ്. ഇത് നോക്കിയാൽ ഇത് ഒരു 3XL സൈസിലുള്ള പുതിയ വന്നൊരു ചുരിദാറാണ്. ഈ 3XL സൈസ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു XXLനൊക്കെ ഫിറ്റ് ആയിരിക്കും. നേരെ മറിച്ച് ഈ ചുരിദാർ ഇത് ഒരു എക്സൽ സൈസിൽ നിന്ന് ഇതിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ചുരിദാറാണ്. ഇതിൽ നോക്കുക, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3XL, നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാളും വീതിയുണ്ട്. 3XLനൊക്കെ ഫിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഷോർട്ട് ടോപ്പിലായാലും. ഈ ഐറ്റം ലാർജും ഇത് എക്സൽ ആണ്. സ്വാഭാവികമായിട്ടും ഈ ലാർജ് എക്സലിനേക്കാളും ചെറുതായിരിക്കണം. പക്ഷെ നേരെ തിരിച്ചിട്ടാണ് ഇതിലുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ ഡ്രസ്സിന്റെ സൈസ് ചോദിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ഫിറ്റിനനുസരിച്ചുള്ള സൈസ് പ്രിഫർ ചെയ്യണം. ഈ ബ്രാൻഡ് കൊടുത്തിട്ടുള്ള ML അതൊക്കെ ഓരോ ബ്രാൻഡിനനുസരിച്ച് സെപ്പറേറ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് H&Mന്റെ സൈസ് ആയിരിക്കില്ല സാറക്ക്. H&M ഇത്തിരി ലൂസ് ഫിറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടുണ്ടായാലും പൊതുവായിട്ടോ. സാറ ആവുമ്പോൾ ഈ H&M M എടുക്കേണ്ടത് സാറ ആകുമ്പോൾ ലാർജ് എടുക്കണം. ഈ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. നമ്മളെ മെഷർമെന്റ് നോക്കിയിട്ട് ആയിരിക്കണം ഡ്രസ്സ് ചൂസ് ചെയ്യേണ്ടത്.